എല്ലാവർക്കും നമസ്കാരം. ത്യജദേകം കുലസ്യാർത്ഥേ ഗ്രാമസ്യാർത്ഥേ കുലം ത്യജേൽ ഗ്രാമ ജനപദസ്യാർത്ഥേൽ ആത്മാർത്ഥേ പൃഥിവ്യം ത്യജേൽ. അതായത് ഒരു വ്യക്തിക്ക് എപ്പോഴും ഡിസിഷൻ എടുക്കുവാൻ പെൻഡിങ് വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. സാമൂഹിക ജീവികളായിട്ടുള്ള അല്ലെങ്കിൽ കുടുംബ ജീവിതം നയിക്കുന്ന മനുഷ്യന്മാർക്ക് സമൂഹത്തിൽ പല പല കഷ്ടതകളും അനിഷ്ടതകളും ഏൽക്കേണ്ടതായിട്ട് വരും. പ്രശ്നങ്ങൾക്ക് ഉത്തരവാദികൾ ആരെല്ലാമായി തന്നെ ആയാലും ശരി, നമ്മുടെ കുടുംബത്തിൽ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിലാണ് ഒരു 5 പേരുണ്ടാവും. അച്ഛനും അമ്മയും 3 മക്കളും ചേർന്നതാവാം ഒരു കുടുംബം. അതിലാര് പ്രശ്നമുണ്ടാക്കിയാലും ഗൃഹനാഥനാണ് അല്ലെങ്കിൽ ഗൃഹനാഥയാണ് അതിന് ഉത്തരവാദിത്വം പറയേണ്ടി വരിക. അത് വളരെ കഷ്ടത അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. ഐശ്വര്യത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും കഴിയുന്ന ഒരു കുടുംബം കലുഷിതമാക്കുവാൻ വേണ്ടി ഒരു ആൾ മതിയാവും. അയാൾക്ക് വലിയ പ്രായമൊന്നും വേണം എന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ 5 വയസ്സ് മതി, 10 വയസ്സ് മതി. പക്ഷേ ആ കുടുംബജീവിതം നശിക്കുവാൻ വേണ്ടി ഒരാൾ ശ്രമിച്ചാൽ മതിയാവും. അതുകൊണ്ടാണ് പറയുന്നത്, ആ കുലത്തെ അല്ലെ ആ കുടുംബത്തെ രക്ഷിക്കുവാനായി ത്യജദേകം, അതിലൊരാളെ ത്യജിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ത്യജിക്കണം. അതാണ് ആചാര്യൻ പറയുന്നത്. ത്യജദേകം കുലസ്യാർത്ഥേ, ഒരു കുടുംബം ചെന്നുപെട്ടിരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് കരകയറുവാനായിട്ട് ഒരാളെ ത്യജിക്കേണ്ട അല്ലെ ഒരാളെ പുറത്തേക്കേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ പുറത്താക്കുക തന്നെ ചെയ്യണം. അതുപോലെ തന്നെയാണ് ഗ്രാമസ്യാർത്ഥേ കുലം ത്യജേൽ. വളരെ ശാന്തമായിട്ടും സന്തോഷമായിട്ടും കഴിയുന്ന ഒരു ചെറിയ ഗ്രാമമാണെന്ന് വിചാരിക്കുക. 1000 വീട്ടുകാരുണ്ടെന്ന് വിചാരിച്ചോളൂ. അങ്ങനെ സന്തോഷകരമായിട്ട് കഴിയുന്ന ഒരു ഗ്രാമത്തിൽ ഒരു കുടുംബം മതി ചിലപ്പോൾ ആ നാടിന് പേരുദോഷം ഉണ്ടാക്കുവാൻ വേണ്ടി. ഒരു ഗ്രാമത്തിൻ്റെ ഒരു പ്രദേശത്തിൻ്റെ സ്വസ്ഥത കെടുത്തുവാൻ വേണ്ടി ഒത്തിരി ആൾക്കാരൊന്നും വേണ്ട, കുറച്ച് പേര് മതി. ഉദാഹരണമാണ്, തീവ്രവാദാദി കാര്യങ്ങളിലൊക്കെ പെട്ട് ഒരു വീട്ടുകാരിൽ തന്നെ ചിലപ്പോൾ ആ പ്രദേശത്തിന് നാണക്കേടുണ്ടാക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ടാണ് ഒരു വീട്ടുകാരെ ത്യജിക്കേണ്ട സാഹചര്യം വന്നാൽ ആ നാടിൻ്റെ നന്മയ്ക്കായിട്ട് ചെയ്യണമെങ്കിൽ അത് ചെയ്തേ മതിയാകൂ. അതുകൊണ്ടാണ് ഗ്രാമസ്യാർത്ഥേ കുലം ത്യജേൽ എന്ന് പറയുന്നത്. ഗ്രാമ ജനപദസ്യാർത്ഥേൽ എന്ന് പറയുന്നത്, അതായത് ഒരു നഗരത്തെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ഒരു ഗ്രാമം ഉപേക്ഷിക്കേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് ചാണക്യൻ പറയുന്നു. അതായത് ഉപേക്ഷിക്കുക എന്നുകൊണ്ട് ഒരു വ്യക്തിയെ ഉപേക്ഷിക്കുക അല്ലെ കുടുംബത്തെ ഉപേക്ഷിക്കുക എന്ന് പറയല്ല, ത്യജിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അവരെ കൊന്നു കുഴിച്ചു മൂടണം എന്നതൊന്നുമല്ല. പകരം അവരെ ഉപദേശിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഉപദേശിക്കുക. ഇനി അതല്ല, അത് പറ്റത്തില്ലെങ്കിൽ, ഇപ്പം യുദ്ധം നടക്കുന്നു, ഇസ്രായേലും അമേരിക്കയും ഇറാനും തമ്മിൽ യുദ്ധം നടക്കുന്നു. പക്ഷേ ഓരോ രാജ്യത്തിൻ്റെ തീരുമാനങ്ങൾ കാണാൻ മേലെ, ഇന്ത്യയുടെ തീരുമാനങ്ങൾ, അത് ഇന്ത്യയൊക്കെ വിട്ടു നിൽക്കുന്നു. അതേസമയം ചില രാജ്യങ്ങൾ ബ്രിട്ടനൊക്കെ കൂടി പെട്ടെന്ന് അമേരിക്കയായിട്ട് ചേരുകയാണ്. കാരണം അവരുടെ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ അവരങ്ങനെ ചിന്തിക്കുകയാണ് ഇറാനെതിരെ മാറാം എന്നൊക്കെ. അതിൻ്റെയൊക്കെ യുക്തിയാണ്. എന്താണ് യുക്തി എന്നൊന്നും അറിയത്തില്ല, എങ്കിലും അവരുടെ രാജ്യത്തിൻ്റേതായിട്ടുള്ളൊരു തീരുമാനമാണ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് നമ്മുടെ നാടിനൊരു സംസ്കാരവും ഒരു പാരമ്പര്യമുണ്ട്. അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നവരെ ഒറ്റപ്പെടുത്തേണ്ട സാഹചര്യം വന്നാൽ ഒറ്റപ്പെടുത്തണം എന്ന് തന്നെയാണ്. അതിനർത്ഥം അവരെ കൊന്നു കുഴിച്ചു കൊണ്ട എന്നൊന്നുമല്ല. പകരം അവരെ ഉപദേശിക്കാൻ പറ്റുന്നല്ലോ ഉപദേശിക്കുക. ഇനി അതല്ലെങ്കിൽ അവരെ പോലീസിനെ ഏൽപ്പെടുത്തുക, അപ്പോൾ അവരെ ഒറ്റി കൊടുക്കുക, അല്ലെങ്കിൽ അവരെ കാരാഗ്രഹത്തിൽ അടച്ചാലും നിയമത്തിൻ്റെ വഴിക്ക് അവരെ ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ നാടിന് സ്വസ്ഥതയുണ്ടാവും. അതല്ലെങ്കിൽ നമ്മൾ പേടിച്ച് കഴിയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും എന്നാണ് ആചാര്യൻ പറയുന്നത്. നമസ്തേ.